രാജ്യത്തെ ഞെട്ടിച്ച മറ്റൊരു സംഭവം ഇപ്പോൾ അരങ്ങേറിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ കുട്ടികളുമായി പോയിരുന്ന സ്കൂൾ വാന് നേരെ കാൻവാർ യാത്രയിൽ പങ്കെടുത്തിരുന്ന ചിലർ ആക്രമണം അഴിച്ചുവിട്ടു. സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ രാജ്യമൊട്ടാകെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ആദ്യം എന്താണ് കാൻവാർ യാത്ര എന്ന് മനസ്സിലാക്കാം. ഹിന്ദു മതവിശ്വാസ പ്രകാരം ശ്രാവണ മാസത്തിൽ ലക്ഷക്കണക്കിന് ശിവഭക്തർ ഗംഗാ നദിയിൽ നിന്ന് വിശുദ്ധജലം ശേഖരിച്ച് കാൽനടയായി സ്വന്തം പ്രദേശത്തെ ശിവക്ഷേത്രങ്ങൾ സമർപ്പിക്കുന്ന തീർത്ഥാടനമാണ് കാൻവാർ യാത്ര. ഈ യാത്രയിൽ പങ്കെടുക്കുന്ന ഭക്തരെയാണ് കാൻവറിയകൾ എന്ന് വിളിക്കുന്നത്. എല്ലാ വർഷവും ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ മതപരമായ തീർത്ഥാടനങ്ങളിൽ ഒന്നാണിത്. ഇനി സംഭവത്തിലേക്ക് വരാം. ലക്നൌവിലെ ചൌക്ക് മേഖലയായിരുന്ന സംഭവം. റിപ്പോർട്ടുകൾ പ്രകാരം 7 കുട്ടികളുമായി സ്കൂളിലേക്ക് പോകുകയായിരുന്ന വാനും ഒരു ബൈക്കും തമ്മിൽ ചെറിയ തോതിൽ ഉരസലുണ്ടായി. എന്നാൽ ചെറിയ തർക്കം പിന്നീട് വലിയ ആക്രമണത്തിലേക്ക് വഴിമാറിയെന്നാണ് ആരോപണം. സംഭവത്തിന്റെ വീഡിയോയിൽ കാൻവാർ യാത്രയിൽ പങ്കെടുത്തിരുന്നുവെന്ന് പറയപ്പെടുന്ന ചിലർ സ്കൂൾ വാൻ തടഞ്ഞു നിർത്തുന്നതും വാഹനത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർക്കുന്നതും കാണാം. കുട്ടികൾ വാഹനത്തിനുള്ളിൽ ഭയന്നിരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് സംഭവം ദേശീയ ശ്രദ്ധ നേടിയത്. വാനിന്റെ ഡ്രൈവർ മുഹമ്മദ് അമീറിന്റെ പരാതി പ്രകാരം വാഹനം തടഞ്ഞു നിർത്തിയ സംഘം ചില്ലുകൾ തകർക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കുട്ടികൾ വലിയ ഭയത്തിലായെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ ലക്നൌ പോലീസ് 3 അജ്ഞാതർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. CCTV ദൃശ്യങ്ങളും വൈറലായ വീഡിയോയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കേസുമായി ബന്ധപ്പെട്ട ഒരാളെ പിന്നീട് അറസ്റ്റ് ചെയ്തതായും വിവരമുണ്ട്. ഏറ്റവും ആശ്വാസകരമായ കാര്യം ആക്രമണത്തിൽ കുട്ടികൾക്ക് ഗുരുതരമായ ശാരീരിക പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ്. എന്നാൽ അവർക്ക് അടുത്ത മാനസിക ആഘാതം നേരിട്ടതായി മാതാപിതാക്കൾ പറയുന്നു. സ്കൂൾ വാഹനം പോലും സുരക്ഷിതമല്ലേ എന്ന ആശങ്കയാണ് ഇപ്പോൾ പലരും ഉയർത്തുന്നത്. സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കുട്ടികൾ സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് നിരവധി പേർ ആവശ്യപ്പെടുന്നു. അതേസമയം പോലീസ് അന്വേഷണം തുടരുകയാണ്. വീഡിയോ, CCTV ദൃശ്യങ്ങൾ, ദൃക്സാക്ഷികളുടെ മൊഴികൾ എന്നിവ പരിശോധിച്ചാണ് പ്രതികളെ തിരിച്ചറിയാനുള്ള ശ്രമം നടത്തുന്നത്. അന്വേഷണത്തിന് ശേഷമേ സംഭവത്തിന്റെ എല്ലാ വസ്തുതകളും ഔദ്യോഗികമായി വ്യക്തമാകൂ. ഒരു ചെറിയ വാഹനാപകടമോ തർക്കമോ ഉണ്ടായാലും അതിന്റെ പേരിൽ കുട്ടികൾ സഞ്ചരിക്കുന്ന വാഹനം ആക്രമിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാകില്ല. അതും ഭക്തിയുടെ പേരിൽ യാത്ര ചെയ്യുന്ന ഭക്തന്മാരിൽ നിന്ന്. നിയമം കയ്യിലെടുക്കുന്നവർ ആരായാലും, ഏത് മതക്കാരായാലും, ഏത് സംഘടനയിലോ തീർത്ഥാടനത്തിലോ പങ്കെടുത്തവരായാലും അവർ നിയമത്തിന് മുന്നിൽ ഉത്തരവാദികളാകണം. കാൻവാർ യാത്രയിൽ പങ്കെടുക്കുന്ന ഭക്തർ ആക്രമ സംഭവങ്ങളിൽ ഏർപ്പെടുന്നത് ഇപ്പോൾ ആദ്യമായിട്ടല്ല. മുൻ വർഷങ്ങളിലും ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരുന്നു. ഇത്തവണ അതിന്റെ തോത് വലിയ രീതിയിൽ വർദ്ധിച്ചു എന്ന് തന്നെ പറയാം. 2 ദിവസങ്ങൾക്ക് മുൻപ് കാൻവാർ യാത്രക്കാരും മറ്റു ചില യാത്രക്കാരും തമ്മിൽ ഏർപ്പെട്ട തർക്കത്തിൽ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വന്ന പോലീസുകാരെ കാൻവാരികൾ ആക്രമിക്കുന്ന ദൃശ്യവും പുറത്തു വന്നിരുന്നു. പോലീസ് വാഹനം മൊത്തത്തിൽ അവർ അടിച്ചു തകർക്കുന്നതും അതിൽ കാണാം. ഭക്തിയുടെ പേരിൽ നടത്തുന്ന യാത്രയായതിനാൽ പോലീസ് പോലും ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. ഇവർ അക്രമം അഴിച്ചുവിടുമ്പോൾ അവർ നോക്കി നിൽക്കുകയാണ്. ജന്തർ മന്ദറിൽ CJP പ്രൊട്ടസ്റ്റ് സമയത്ത് കുട്ടികളെ തല്ലിച്ചതച്ച അതേ പോലീസാണ് ഇപ്പോൾ ഇവരുടെ ആക്രമണങ്ങൾ കണ്ടിട്ടും ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുന്നത്. ഇതിനെ വിരോധാഭാസം എന്ന് വിളിക്കണ്ടേ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്.